തിഥികളിൽ ഇനി അടുത്തത് ദശമി തിഥിയാണ്. ദശമി തിഥിയിൽ ജനിച്ചാലുള്ള ഫലങ്ങളാണ് പറയുന്നത്. വളരെ ശ്രേഷ്ഠമായ തിഥി എന്നാണ് പറയുന്നത്. ദശമി തിഥിയിൽ ഒരുപാട് ശുഭ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. മഹാഭാരത കാലത്ത് യുധിഷ്ഠിരൻ ജനിച്ചതും ദശമി തിഥിയിലാണെന്ന് പറയുന്നത്. ധർമ്മപുത്രരല്ലേ, ധർമ്മത്തിൻ്റെ പാതയെ പിന്തുടർന്ന് ഏറ്റവും ധർമ്മിഷ്ഠൻ എന്നറിയപ്പെടുന്നതല്ലേ യുധിഷ്ഠിരൻ. ദശമി തിഥിയിലാണ്. ഈ തിഥിയുടെ അധിപതിയായിട്ടുള്ള ഗ്രഹം ചന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ ഈ ചന്ദ്രൻ്റെ ആ അപ്സ് ആൻഡ് ഡൗൺസ്, അതായത് വളർന്ന് എന്നിട്ട് പിന്നെ ഇരുട്ടിലായിട്ട് പിന്നെ വെളിച്ചത്തിലോട്ട് വരുന്നത്, അങ്ങനെ അതായത് അപ്സ് ആൻഡ് ഡൗൺസ്, വളരെ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും. ഇത് പറയുന്നതിന് മുമ്പ് നമ്മൾ ഗ്രഹനിലയിൽ ചന്ദ്രൻ്റെ സ്ഥിതി ഒന്ന് നോക്കണം. നല്ല ബലമുള്ള ചന്ദ്രനാണെങ്കിൽ ഈ പറയുന്ന ഫലങ്ങളൊക്കെ നല്ല ഫലങ്ങൾ കൂടിയും അല്ലാത്ത ഫലങ്ങൾ കുറഞ്ഞു വരിക്കും. ബലമില്ലാത്ത ചന്ദ്രനാണെന്ന് കണ്ടോ വളരെയധികം ദോഷപ്രദവുമായിരിക്കും. ഇവർ വളരെയധികം സ്ട്രെയിറ്റ് ഫോർവേഡ്, എന്തും മനസ്സിലുള്ളത് വെട്ടിത്തുറന്ന് പറയുന്നത്, അതായത് ഗൂഢമായിട്ട് രഹസ്യമായിട്ടൊന്നും വെക്കുകയില്ല, വെട്ടിത്തുറന്ന് പറയുന്നവരായിരിക്കും. കടുംപിടുത്തക്കാരായിരിക്കും. വളരെ സോഷ്യലായിട്ട് ഇടപെടുന്നവരായിരിക്കും. നല്ല ക്രിയേറ്റിവിറ്റി കാണും ഇവർക്ക്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു വലിയ സന്നദ്ധത ഇവർക്ക് കാണും. ഉച്ചനീചത്വങ്ങൾ അങ്ങനെയൊന്നും കാണുകയില്ല. എല്ലാവരോടും നല്ലതുപോലെ ഇടപഴകും. വളരെ ഫ്രണ്ട്ലി ആയിരിക്കും ഇവരെല്ലാവരോടും. പലരും വളരെ സെൻസിറ്റീവായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതി കാണുമെന്ന് പറഞ്ഞില്ല, ചിലപ്പോൾ ഇച്ചിരി കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവർക്ക് നല്ല ചിന്താശക്തി കാണും, എല്ലാം ഇങ്ങനെ. അതുകൊണ്ട് എഴുത്തിലൊക്കെ വളരെയധികം താല്പര്യം കാണും. എപ്പോഴും ഇങ്ങനെ ദിവാസ്വപ്നം കണ്ടു നടക്കുന്നവരൊക്കെ ആയിരിക്കും. അതുപോലെയാണെങ്കിൽ എപ്പോഴും എന്തിനും ഒരു കൺഫ്യൂഷൻ കാണും ഇവർക്ക്. ചെയ്യാമോ ചെയ്യരുതോ അങ്ങനെയൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ കാണും. ദശമിത്തിഥിയിൽ ജനിച്ചവരുടെ ചന്ദ്രനെ വല്ല പാവബന്ധമൊക്കെ കാണുകയാണെങ്കിൽ വളരെയധികം ക്രൂരന്മാരൊക്കെ ആയിപ്പോയിട്ട് വളരെയധികം പ്രയാസങ്ങൾ ഇവർക്ക് നേരിടുന്നതായിട്ട് കാണാം. വിജയദശമി എന്നൊക്കെ കേട്ടിട്ടില്ലേ? വളരെയധികം വിജയം ഉണ്ടാകുന്ന ഒരു തിഥിയാണ് ഈ ദശമി തിഥി എന്ന് പറയുന്നത്. വഴക്കുകളിലൊക്കെ ഒത്തുതീർപ്പാക്കാനുള്ള ഒരു അസാമാന്യ കഴിവ്. വിജയദശമി എന്നല്ലേ പറയാറ്. ദുർഗാദേവിക്ക് വിജയം കിട്ടിയ ദിവസം വിജയദശമി. അന്ന് തന്നെയാണ് യുധിഷ്ഠിരൻ ജനിച്ചെന്നാണ് പറയുന്നത്. ജോലിയിൽ അതികഠിനമായി പ്രയത്നിക്കുന്നവരായിരിക്കും ഇവർ. റെസ്പോൺസിബിലിറ്റി എല്ലാം അങ്ങ് ഏറ്റെടുത്തിട്ട് അതെല്ലാം ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ട് ഇവർക്ക് വളരെയധികം സ്ട്രെസ് ഉണ്ടാവാനും പെട്ടെന്ന് തന്നെ ക്ഷീണം വരാനുമുള്ളൊരു സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. ഭാവിയെക്കുറിച്ച് വളരെയധികം ഉത്കണ്ഠയായിരിക്കും. ഇങ്ങനെ ആ ഉത്കണ്ഠ വരുത്തി ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. ജീവിതത്തിൽ ഒരു ഉറച്ച തീരുമാനം എടുക്കേണ്ട സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ ഇവർക്ക് ഒരു സംശയമായിരിക്കും, വേണോ വേണ്ടായോ, അങ്ങനെയൊരു സംശയം. അത് ഇവർക്ക് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. തിഥിയുടെയും ദശമിയുടെയും അധിപനാണ് ചന്ദ്രൻ. അതുകൊണ്ട് തന്നെ ആ രണ്ട് തിഥികൾക്കും വളരെയധികം സാമ്യത കാണും. ശുക്ലപക്ഷ ദശമിയായിരിക്കും നല്ലത്. അതുപോലെ ഇവർ ഭൂമി തത്വമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും വളരെ ശാന്തരായിട്ട് ഗമയൊന്നും കാണിക്കാതെ പെരുമാറുന്നവരായിരിക്കും കൂടുതൽ പേരും. ദശമിതിഥി ശനിയാഴ്ച വരികയാണെങ്കിൽ അതിന് അമൃതയോഗ തിഥി ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് വ്യാഴാഴ്ചയാണ് വരുന്നതെങ്കിൽ അത് സിദ്ധയോഗവും അല്ലെങ്കിൽ അമൃതസിദ്ധിയോഗവും. വിജയദശമി അതിൽ നിന്ന് തന്നെ മനസ്സിലാവും നമുക്ക് ഈ തിഥിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാതാൽ വിജയം ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എല്ലാവരും ഈ തിഥിയിലായിരിക്കത്തില്ല ഒരു പരീക്ഷ എഴുതുകയാണെങ്കിൽ. അതിൽ കൂടുതൽ ചന്ദ്രബലമുള്ളവർക്ക് കൂടുതലായിപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാ ശുഭകാര്യങ്ങൾക്കും ദശമതിഥി വളരെയധികം നല്ലതാണ്. ദശമി തിഥിയിൽ ജനിച്ചവൾ വളരെയധികം അറിവുള്ളവരായിരിക്കുമെന്നാണ് പറയുന്നത്. ഇവർ വളരെയധികം ധൈര്യമുള്ളവരായിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു വലിയ ആഗ്രഹം ഇവർക്കാണ്. ദേശസ്നേഹമുള്ളവരായിരിക്കും. ചിരഞ്ജീവിയായ നിത്യാദേവിയാണ് ഈ തിഥിയുടെ അധിപഗ്രഹം. അപ്പോൾ നിത്യാദേവി ഈ തിഥിക്കാർ പൂജിക്കുന്നത് വളരെയധികം നല്ലതാണ്. നല്ല ഭക്തിയുള്ളവരായിരിക്കും. അതുപോലെ നല്ല ധൈര്യം കാണും. ജിജ്ഞാസയില്ലേ, അതൊക്കെ ഇവരിൽ വളരെയധികം കൂടുതലായിരിക്കും. ഇവർ വളരെ ക്രിയേറ്റിവിറ്റി ഉള്ളവരായിരിക്കുമേ. അപ്പോൾ ഇവർക്ക് നല്ല ഒരു പ്ലാറ്റ്ഫോമൊക്കെ കിട്ടുകയാണെങ്കിൽ ഇവർ വളരെയധികം മുന്നോട്ട് പോകും ജീവിതത്തിൽ. ദശമി ഒരു പൂർണ്ണതിഥിയാണ്. അതുപോലെ ദശമി ഈ പൂർണ്ണതിഥികൾ വ്യാഴാഴ്ച വരുന്നത് വളരെയധികം ശുഭമാണെന്നാണ് പറയാറ്.
വളരെ വിശാല മനസ്കരായിരിക്കും ഇവര്. അതുപോലെ ഇവര് പ്രായത്തിൽ കവിഞ്ഞ പക്വത കാണിക്കും. ഇവർ ബിസിനസ്സിലൊക്കെ വിജയിക്കാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. പക്ഷേ എടുത്തിയാടത് നല്ലോണം നോക്കിയിട്ട് മാത്രമേ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാവൂ. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് വളരെയധികം എളുപ്പമാണ്. നിത്യദേവത നിത്യാദേവിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അമ്മയെ ജ്ഞാനസ്വരൂപിണി എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിൻ്റെ കേന്ദ്രം. വായുതത്വം ആയതുകൊണ്ട് തന്നെ ഇവരുടെ മനസ്സെപ്പോൾ ചഞ്ചലമായിരിക്കും. പിന്നെ ചന്ദ്രനാണെന്ന് കൂടി ഓർക്കണം ആദ്യമേ. അതുകൊണ്ട് ചഞ്ചല ചിത്തരായിരിക്കും ഇവർ വളരെയധികം. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു സ്വസ്ഥത കാണത്തില്ല. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനെ കണ്ടിട്ടില്ല. അങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കും ഇവർ. ശുക്ലപക്ഷ ദശമിയിലെ ജനനം നല്ലതാണ്. ഓം നമഃ ശിവായ.